ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എൻഗേജ്മെൻറ്റ് ബൊക്കെ ചെയ്യുന്നൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സാണ്. അപ്പോൾ അത് നമ്മുടെ ബാംബൂ സ്റ്റിക്കിലോട്ട് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം സെക്യൂറായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ടേപ്പ് വെച്ചിട്ട് നന്നായിട്ട് ചുറ്റി കൊടുക്കണം. കാര്യം ഇത് നമ്മളെല്ലാം ചെയ്ത് വരുമ്പോൾ ഈ ഫ്ലവേഴ്സിട്ട് ഊരിപ്പോന്നാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ലല്ലോ. അപ്പം നമുക്ക് നന്നായിട്ട് സെക്യൂറാക്കി വെക്കണം കേട്ടോ. ഇത് നന്നായിട്ട് ടൈറ്റാക്കി വെച്ചാലാണ് എന്താ പറയുക, ഭംഗി ഉണ്ടാവുള്ളൂ. ഭംഗി മീൻസ് ഒരു സേഫ്റ്റിക്ക് നമ്മൾ വെക്കുകയാണ്. അങ്ങനെ ഞാനിപ്പോൾ ഇതാ എല്ലാം നമ്മൾ സ്റ്റിക്കിലിങ്ങനെ കുത്തി വെച്ചിട്ട് ടേപ്പ് പിന്നീടാണ് ഒട്ടിച്ചത്. ആദ്യം സ്റ്റിക്കിൽ കുത്തി വെച്ച്, അപ്പോൾ ഇത് കുത്തി വെച്ചിട്ട് ഇങ്ങനെ തന്നെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം 20 എണ്ണം എടുത്തിട്ടുണ്ട്. നമ്മളിതൊരു ഒരു മീഡിയത്തിൻ്റെ കൂടി കുറച്ചും കൂടി വലിയൊരു ബൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എൻഗേജ്മെൻറ്റിന് വേണ്ടിയിട്ട് കേട്ടോ. കണ്ടില്ല, നമ്മളിപ്പോൾ എല്ലാം പാടിയും ടേപ്പ് വെച്ചിട്ട് നോർമൽ നമ്മൾ ടേപ്പാട്ടോ ഉപയോഗിച്ചിട്ടുള്ളത്, അല്ലാതെ വേറെ സ്പെഷ്യലായിട്ടുള്ള ടേപ്സൊന്നും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. കാര്യം ഇതിന് അത് മതി. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഫ്രഷ് ഫ്ലവേഴ്സ് ചെയ്യണമെങ്കിൽ ഈ ഒരു സ്റ്റെപ്പൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നമുക്കിത് ഫുള്ളും ചെയ്തിട്ട് കാണാം. ഇനി നമ്മൾ ഈ തെർമാക്കോളിൻ്റെ ഒരു ചെറിയൊരു സ്ക്വയർ വരത്തൊരു പീസ് കട്ട് ചെയ്യണം, ഈ ഫ്ലവേഴ്സൊക്കെ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു സൈസിലുള്ളൊരു തെർമാക്കോളിൻ്റെ പീസ് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഞങ്ങൾ ഇവിടെ ഫ്ലവേഴ്സും അതേമാതിരി ഈ ബോൾ ചോക്ലേറ്റ്സും പാടിയും ആണ് നമ്മുടെ ബൊക്കയിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ ജിപ്സം ഫ്ലവേഴ്സും എന്താ പറയുക, റോസ് ഫ്ലവേഴ്സും ആർട്ടിഫിഷ്യലാണ്, ചോക്ലേറ്റ് റിയലാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ചോക്ലേറ്റ് ഇതേമാതിരി ബാംബൂ സ്റ്റിക്കിൽ ഇൻസേർട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അത് പോരില്ല, കാര്യം നമ്മൾ ചോക്ലേറ്റ് ഉള്ളിലേക്ക് കുത്തി കയറ്റി വെക്കല്ലേ. അപ്പം അതുകൊണ്ട് അത് ടേപ്പൊന്നും വെച്ച് സെക്യൂർ ചെയ്തിട്ടില്ല, ജസ്റ്റ് കുത്തിയിട്ടേ ഉള്ളൂ. അപ്പോൾ അത് നമ്മൾ ഏകദേശം 10 എണ്ണം വെച്ചെടുത്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കുത്തി കൊടുക്കാനല്ലേ, അപ്പോൾ 10 എണ്ണമൊക്കെ മതി തോന്നുന്നു. അപ്പോൾ എല്ലാം ഒരു 10-20 എണ്ണം എടുത്തിട്ടുണ്ട്, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഇനി നമ്മൾ ഇതും നമ്മുടെ ഈ ഫ്ലവേഴ്സും പാടിയും ഒരുമിച്ച് കുത്താൻ പോകണം. കണ്ടില്ല, ആദ്യം നമ്മൾ ഫുൾ ഫ്ലവേഴ്സ് കുത്തി നമ്മുടെ തെർമാക്കോൾ പീസിലേക്ക് ഇൻസേർട്ട് ചെയ്ത് വെച്ചു. ഒരു എന്താ പറയുക, സർക്കിൾ രീതിയിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്ത് വെച്ചു. അതിൻ്റെ ഇടക്കായിട്ടാണ് നമ്മൾ ഈ ബോൾസ്, ചോക്ലേറ്റ് ബോൾസ് കണ്ടില്ലേ, ഇതേമാതിരി ഇടയ്ക്ക് ചോക്ലേറ്റ് ബോൾസ് ഇങ്ങനെ കയറ്റും. അപ്പോൾ ഈ ഫ്ലവേഴ്സിന് ചോക്ലേറ്റ് ബോൾസിന് വെയിറ്റ് ഉണ്ടല്ലോ. അപ്പോൾ ഇതിങ്ങനെ വെക്കുമ്പോൾ നമ്മുടെ ഇത് എന്താണ് തെർമാക്കോൾ കട്ട് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ വെക്കും. അപ്പോൾ നമ്മളൊന്ന് സെക്യൂറായിട്ട് പിടിച്ച് വെക്കണം. പിന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ ഒറ്റയ്ക്ക് ചെയ്യാതെ ഒരാളും പാടും ഹെൽപ്പ് ഉണ്ടെങ്കിൽ നന്നായിരിക്കും കേട്ടോ. കാര്യം നമുക്കിത് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുമൊക്കെ ചെയ്യും, പക്ഷെ ഒരാളും പാടും ഹെൽപ്പ് ഉണ്ടെങ്കിൽ ദാറ്റ്സ് ബെറ്റർ ഐ തിങ്ക്. ഓക്കെ, അപ്പോൾ നമ്മളിതാ ഫുള്ളും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇപ്പോൾ ഇതാ ഓൾമോസ്റ്റ് എന്താ പറയുക, ഫുള്ള് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഈ ഫ്ലവേഴ്സ് ഇങ്ങനെ പോരുന്നുണ്ട്, നമ്മൾ കറക്റ്റ് ഒട്ടിച്ചിട്ടില്ലെങ്കിൽ ഇതിങ്ങനെ പോരും. അപ്പം ഞാൻ ഒന്ന് പടി ഒട്ടിക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിപ്പോൾ അങ്ങനെ എല്ലാം ഇങ്ങനെ തുറന്നിരിക്കല്ലേ, അപ്പോൾ നമ്മളൊന്ന് ഭയങ്കര ഒരു പിടിക്കുമ്പോൾ ഒരു ഉഷാറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളത് സെല്ലോ ടേപ്പ് വെച്ചിട്ട് അതിന് താഴെ, നമ്മുടെ സ്റ്റെമ്മിൻ്റെ താഴെ അത് നിങ്ങൾക്ക് കാണാൻ പറ്റും,
അതാ ഏകദേശം ആ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഫുള്ളി ഇങ്ങനെ കവർ ചെയ്യാം. ഈ സെല്ലോ ടേപ്പ് വെച്ചിട്ട് റോൾ ചെയ്യാം കേട്ടോ. ഇത് നല്ലതാണ്. കാര്യം പോരൊന്നുമില്ല. ഇതൊട്ടിച്ചാൽ പിന്നെ നമുക്ക് ആ തെർമോക്കോൾ പീസിൻ്റെ ആവശ്യമില്ല ശരിക്കും കേട്ടോ. ഇനി നമ്മൾ ജിപ്സം ഫ്ലവേഴ്സ് ജസ്റ്റ് ഇങ്ങനെ വെച്ച് നോക്കി ഭംഗിയുണ്ടോയെന്ന്. കാര്യം നമ്മൾ ഒരു ജിപ്സം ഫ്ലവേഴ്സ് റിയൽ അല്ലാത്തതുകൊണ്ട് നമുക്കൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ വെച്ച് നോക്കി. അപ്പോൾ ഭംഗിയുണ്ട് സംഭവം. അപ്പോൾ നമ്മൾ ഈ നമ്മുടെ റാപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ജിപ്സം ഫ്ലവേഴ്സ് വെക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ നമ്മളിങ്ങനെ വെച്ച് നോക്കുകയാണ് രസം ഉണ്ടാവുമോ എന്നുള്ളത്. പിന്നെ നിങ്ങൾ ചോക്ലേറ്റ്സ് വെക്കുമ്പം ഫുള്ളും അടുപ്പിച്ചടുപ്പിച്ച് വെക്കരുത്, ഇടവിട്ട് വെക്കുക. എന്നാലാണ് ഇതേമാതിരി ഉണ്ടാവുക. കണ്ടില്ലേ, നമ്മളിതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു കൈൻഡിൽ നല്ലൊരു ഭംഗിയായിട്ട് നിൽക്കില്ലേ, ഇത് കാണാൻ ഒരു ഭയങ്കര ഭംഗിയുണ്ട്, റിയൽ ഫ്ലവർ മാതിരി ഉണ്ട്. ഇനി നമുക്ക് റാപ്പ് ചെയ്യാൻ നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ള ഷീറ്റ് ഈ ഒരു ഷീറ്റാണ്. ഇത് നമ്മളിങ്ങനെ മടക്കിയതിന് ശേഷം അപ്പുറത്തൊക്കെ മടക്കുക. മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. എന്നിട്ട് നമുക്ക് ആദ്യം തുഞ്ചത്തായിട്ട് ടേപ്പ് ഒട്ടിക്കാം. ഞാൻ ഇവിടെ ഓൾറെഡി ടേപ്പ് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് അവിടെ ടേപ്പ് ഒട്ടിക്കാം. അതേമാതിരി ഒരു 4 എനിക്ക് ഈ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും. ഞാൻ മടക്കിയതിന് ശേഷം അപ്പുറത്തേക്ക് മടക്കുക, എന്നിട്ട് ആ ഒരു ഭാഗത്ത് ടേപ്പ് ഒട്ടിക്കാം. ഒന്നും പാടി കാണിച്ചു തരാം. ഒന്ന് മടക്കുക, എന്നിട്ട് നേരെ ക്രോസായിട്ട് അപ്പുറത്തേക്ക് മടക്കുക. എന്നിട്ട് ആ ഒരു ക്രോസായി മടക്കി അവിടെ നമുക്ക് എന്താ പറയുക ടേപ്പ് ഒട്ടിക്കുക. ജസ്റ്റ് വീഡിയോ തന്നെ കണ്ടാൽ മതി, ഞാൻ പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മൾ ഏകദേശം 4 ചെയ്തിക്കണം തോന്നുന്നത്. 4 ചെയ്തിട്ടുണ്ട് കേട്ടോ. 3 ചെയ്തിട്ടുള്ളൂ. 2 പ്ലെയിനിലും 1 കുറച്ച് ഒരു പാറ്റേൺ ആയിട്ടുള്ളൊരു ഇതിലാണ്. എന്നിട്ട് ഇതേമാതിരി റാപ്പ് ചെയ്യാം. ഈ കാണുന്ന മാതിരി ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഇതേമാതിരി റാപ്പ് ചെയ്തതിന് ശേഷം അടിയിൽ എന്ന് വെച്ചാൽ നമ്മൾ തെർമാക്കോൾ വെച്ച അവിടെ നല്ല ടൈറ്റാക്കിയിട്ട് ഈ സെല്ലോ ടാപ്പ് വെച്ചിട്ട് ഒട്ടിക്കാം. നല്ല ടൈറ്റ് ആക്കണം കേട്ടോ, ഇല്ലെങ്കിൽ എല്ലാം ലൂസായിട്ട് കൊളാവും. 4 എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് ഇങ്ങനെ മടക്കി വെച്ചിട്ടുള്ള റാപ്സ്. അതേമാതിരി ഇപ്പുറത്തും 2 ഒന്ന് വെച്ചിട്ട് ടേപ്പ് ഒട്ടിക്കാം. നല്ല നല്ല എന്താ പറയുക അമർത്തി ഒട്ടിക്കണം, ഇല്ലെങ്കിൽ തീരെ ഭംഗിയുണ്ടാവില്ല. ഇപ്പം തന്നെ നമുക്ക് കാണാൻ പറ്റും ആ ബൊക്കെ ഇങ്ങനെ റെഡി ആയിട്ട് വരുന്നത്. അപ്പോഴേ നമുക്ക് നല്ല സന്തോഷമായിട്ട്. അപ്പോൾ അതേമാതിരി ബാക്കിയുള്ള 2 പാടി നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ ചെയ്ത് കഴിഞ്ഞാൽ ആഫ്റ്റർ ലുക്ക് ഇതാട്ടോ. കണ്ടില്ലേ, കറക്റ്റ് നമ്മളൊരു ബൊക്കെമാരുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇതൊരു ബിഗ് സൈസ്, ഒരു മീഡിയത്തിനെക്കാട്ടും ഉണ്ട് കേട്ടോ. എബോ ആവറേജ് ആണിത്. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് നമ്മളെ കൈമിൽ. ഇനി നമുക്ക് ഇതിൻ്റെ അടിയിലേക്കുള്ള ലെയർ സെറ്റാക്കാം. അത് നമ്മൾ ഇതേമാതിരി ഫ്രിൽസ് എടുക്കുന്ന മാതിരി എടുത്തതിന് ശേഷം തിരിച്ച് വെച്ചിട്ട് നമുക്ക് ടേപ്പ് ഒട്ടിക്കാം. അങ്ങനെയാണ് കേട്ടോ ചെയ്യേണ്ടത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നന്നായിട്ട് ശ്രദ്ധിച്ച് വാച്ച് ചെയ്യാം, എന്നാൽ നമുക്ക് മനസ്സിലാവും. കണ്ടില്ലേ, ഫ്രിൽസ് എടുക്കുന്ന മാതിരി എടുത്തതിന് ശേഷം 2 സൈഡിലും ടേപ്പ് വെച്ചിട്ട് ഒട്ടിക്കാം. അപ്പോൾ നമുക്ക് ഇതേമാതിരി കിട്ടും. അങ്ങനെ നമ്മൾ ഒരു എത്ര ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ്. ഒന്നും പാടി ഞാൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് പറഞ്ഞുതരാം. ഇതേമാതിരി ഫ്രിൽസ് എടുക്കുക, ഒട്ടിക്കാം. അങ്ങനെ 3-4 ഉണ്ടാക്കിയിട്ടുണ്ട്. കാണാൻ പറ്റില്ലേ, ഇങ്ങനെ ഫ്രിൽസ് എടുത്തതിന് ശേഷം അത് നമ്മൾ ഫസ്റ്റ് ഒന്നും കിട്ടില്ല, ഒന്ന് 2-3 പ്രാവശ്യം ഒന്ന് ചെയ്താൽ മതി. അപ്പോൾ റെഡി ആയിക്കോളും. എടുത്തതിന് ശേഷം ഒട്ടിക്കാം. മനസ്സിലായില്ലേ? മനസ്സിലാവും, ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും കേട്ടോ. എന്നിട്ട് ഒരു നമ്മൾ ഈ ചെയ്ത് വെച്ചത് എടുത്തതിന് ശേഷം
അടിയിലേക്കല്ല നമ്മൾ ഈ ലെയർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അടിയിൽ നിന്ന് ഇങ്ങനെ വെച്ചിട്ട് അത് എന്താ പറയുക അവിടെ മുകളിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനെ കണ്ടില്ലേ, ഇത് മടക്കണം കേട്ടോ. ഈ നമ്മളിപ്പോൾ ചെയ്തത് ഹാഫാക്കി മടക്കിയതിൻ്റെ ശേഷം അങ്ങനെ അവിടെ വെച്ചതിന് ശേഷം നന്നായിട്ട് ടേപ്പ് പൊട്ടിച്ച് സെക്യൂർ ചെയ്യാം. നന്നായിട്ട് ടേപ്പ് പൊട്ടിക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് കാണാനേ ഭംഗി ഉണ്ടാവില്ല. ടേപ്പൊക്കെ കണ്ടോട്ടെ, കാരണം നമ്മൾ ലാസ്റ്റ് റിബൺ വെച്ച് കെട്ടുന്നുണ്ട്, അപ്പോൾ അത് നല്ല ഭംഗിയാവും. ഇതുണ്ടല്ലേ, ഇതേമാതിരി നമ്മൾ 4 ഇതേമാതിരി മടക്കാം. നമ്മൾ 4 വെച്ചിക്കണോ എനിക്ക് ഓർമ്മയില്ല, കാര്യം 4 പാടി വെച്ചപ്പോൾ വലുതെന്തോ ആയി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ 2 വെച്ചിട്ടുള്ളൂ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ. അപ്പോൾ നമ്മുടെ ബൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്, നല്ല അടിപൊളി കേട്ടോ. അത് നമ്മുടെ ബൊക്കയുടെ ഫൈനൽ ലുക്ക് വന്നിട്ട് കണ്ടില്ലേ, നമ്മൾ ബോക്കെ ചുറ്റിയിട്ട് നല്ല ഏസ്തറ്റിക് ആയിട്ടുള്ള ബൊക്കെയാണ് കേട്ടോ.